Hello friends, Thermal Properties of Matter Previous Year Questions Part 1 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ബോഡി കൂൾസ് ഫ്രം 80 degrees Celsius to 50 degrees Celsius in 5 minutes. Calculate the time it taken to cool from 60 degrees Celsius to 30 degrees Celsius. The temperature of the surrounding is 20 degrees Celsius. സോ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സറൗണ്ടിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഒരു ബോഡി നമ്മൾ ഈ 20 ഡിഗ്രി സെൽഷ്യസിലുള്ള സറൗണ്ടിങ് കൊണ്ടുവച്ചു. ആ ബോഡിയുടെ ടെമ്പറേച്ചറാണ് 80 ഡിഗ്രി സെൽഷ്യസ്. ഇതാണെങ്കിൽ 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് മാറി, അതാണെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ സെയിം ബോഡി ആണെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 30 ഡിഗ്രി സെൽഷ്യസ് ആവാൻ എത്ര സമയം ആവശ്യമാണ്? സോ ടൈമിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. സോ ഉപയോഗിക്കേണ്ട നിയമം എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് dt ഡിവൈഡ് ബൈ dt. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് കൂളിംഗ്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് കൂളിംഗ് വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇനീഷ്യൽ ടെമ്പറേച്ചർ പ്ലസ് ഫൈനൽ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2 മൈനസ് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. സോ സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ് T0. ഇതാണ് ന്യൂട്ടൺ ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. നമുക്ക് നോക്കാം ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷനെ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ് പറയുന്നത്? 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 50 ഡിഗ്രി സെൽഷ്യസ് ആയി. എത്ര സമയം കൊണ്ട്? 5 മിനിറ്റ്സ് കൊണ്ട്. സോ ഞാനാണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കേണ്ടത് 80ൽ നിന്ന് 50 ആയിട്ട് മാറി. സോ 80 മൈനസ് 50, ഇതാണ് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ്. ഡിവൈഡ് ബൈ അതിനാവശ്യമായ സമയം എത്രയാണ്? 5 മിനിറ്റ്. സോ ഞാൻ മിനിറ്റ് തന്നെ ഇടാൻ പോവുകയാണ്, മാറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആൻസർ മിനിറ്റ് തന്നെ കിട്ടും. ഇനി കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ല. സോ അടുത്തെന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? 80 ആണ്. പ്ലസ് ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? 50 ആണ്. ഡിവൈഡ് ബൈ 2 മൈനസ് റൂം ടെമ്പറേച്ചർ എത്രയായിരുന്നു? 20 ഡിഗ്രി സെൽഷ്യസ്. സോ ആൻസർ ചെയ്യാം 30 divided by 5 which is equal to k into 130 divided by 2 65. 65 minus 20 45. So 30 divided by 5 6 കിട്ടും which is equal to 45k എന്ന് കിട്ടും. അതായത് k which is equal to 6 divided by 45. 3 കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ 2 divided by 50 എന്ന് കിട്ടും. സോ ഇതാണ് kൻ്റെ വാല്യൂ. സോ നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് സിറ്റുവേഷനിൽ നമുക്ക് ടൈമാണ് വേണ്ടുന്നത്, ശരിയല്ലേ? സോ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സെക്കൻഡ് സിറ്റുവേഷൻ നമുക്ക് വീണ്ടും ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഞാൻ സെക്കൻഡ് സിറ്റുവേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ സെക്കൻഡ് സിറ്റുവേഷനിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 60 മൈനസ് 30. സോ 60 മൈനസ് 30 ഡിവൈഡ് ബൈ അതിനാവശ്യമായ സമയം അതെനിക്കറിയത്തില്ല, ഞാൻ പറയുകയാണ് ടി ആണെന്ന് വിചാരിച്ചോ. വിച്ച് ഈസ് ഈക്വൽ ടു കെ. കെയിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, എത്രയാണ്? 2 ഡിവൈഡ് ബൈ 15 ഇൻറ്റു ടെമ്പറേച്ചേഴ്സ് എത്രയാണ്? ഇനീഷ്യൽ ടെമ്പറേച്ചർ 60 ആണ്, ഫൈനൽ ടെമ്പറേച്ചർ 30 ആണ്. ഡിവൈഡ് ബൈ 2 മൈനസ് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. സോ ഇത് 30 കിട്ടും. 30 ഡിവൈഡ് ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു 2 divided by 15 into 90 divided by 2 45. 45 minus 20 25. So 25. ഈ 2ഉം 30ഉം പോവും, 15 കിട്ടും. ഈ 25ഉം 15ഉം ക്യാൻസൽ ആവും, 3 ആകും, ഇത് 5 ആകും. ഈ 5ഉം ഈ 15ഉം പോവും, ഇത് 3 കിട്ടും. ഈ 3 ഇവിടെ വരുമ്പോൾ 9 ആവും. സോ ടി വിച്ച് ഈസ് ഈക്വൽ ടു 9 മിനിറ്റ് എന്ന് ആൻസർ വരും. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്ന രീതി മനസ്സിലായോ? നിങ്ങൾ ഉപയോഗിച്ച നിയമമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് പോസസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. തന്നിരിക്കുന്നതിൽ ഏത് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണിക്കുന്നത്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്പെസിഫിക് കപ്പാസിറ്റി കാണിക്കുന്ന ആരാണ്? വാട്ടറാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് 4186 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിൻ. സോ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? വാട്ടറാണ്. ഇനി എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്? എൻ്റെ കയ്യിൽ ഒരു മാസ് ഉണ്ട്. സോ 1 കിലോഗ്രാം മാസ് ഉണ്ട്. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം മാസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ മാസിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ T ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയാണെങ്കിൽ എനിക്ക് ഈ T ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഇതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടെ കൂട്ടണം. അതായത് എനിക്ക് T+1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറ്റണം. 1 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ എന്തുമാത്രം ഹീറ്റാണ് ഞാൻ കൊടുക്കേണ്ടത്? ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ പെട്ടെന്ന് ചൂടാവുന്നവരല്ല ഹയസ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ളവർ. അവരാണെങ്കിൽ പതുക്കെ ചൂടാകുകയുള്ളൂ. നമുക്കറിയാം ഇതിൽ ഏത് മെറ്റീരിയലാണ് പെട്ടെന്ന് ചൂടാകുന്നത്? ഇതിൽ പെട്ടെന്ന് ചൂടാകുന്നത് മെറ്റൽസ് ആണ്. ശരിയല്ലേ? ഏറ്റവും പതുക്കെ ചൂടാവുന്നതാണ് വാട്ടർ. അതായത് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ വലുതാണ്. ഉയർന്ന ഹീറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസും കൂടെ കൂടുകയുള്ളൂ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സബ്ലിമേഷൻ? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ സബ്ലൈം മെറ്റീരിയൽ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞത് പ്രോസസ്സാണ്. എൻ്റെ കയ്യിലൊരു സോളിഡ് ബോഡി ഉണ്ട്. ഞാൻ ഈ സോളിഡ് ബോഡിയെ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഞാൻ ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ ചില മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ആ സോളിഡ് മെറ്റീരിയൽസിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ഫേസിലൂടെ കടന്നു പോകത്തില്ല. അത് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഇത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. സോ എന്താണ് സബ്ലിമേഷൻ? When solid converts directly into gas without passing through the liquid phase. ലിക്വിഡ് ഫേസിലൂടെ പോകാതെ സോളിഡ് ആണെങ്കിൽ ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. ഇനി ഇത്തരം പ്രോസസ്സ് കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് സബ്ലൈം മെറ്റീരിയൽസ്. അതിന് എക്സാമ്പിളാണ് ക്യാംഫർ, നമ്മുടെ കർപ്പൂരം, അതുപോലെ ഡ്രൈ ഐസ്, അതുപോലെ നാഫ്തലിൻ. സോ ഇതെല്ലാം സബ്ലൈം മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് എ ടെമ്പറേച്ചർ ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ്. ഇൻ ദ ഗ്രാഫ് മാർക്ക് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി. സോ നമുക്കറിയാം വാട്ടറിന് ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിനകത്ത് വാട്ടർ ഉണ്ട്. ഞാനാണെങ്കിൽ വാട്ടറിനെ ചൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ മെറ്റീരിയലിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം വോളിയത്തിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? സോ 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വാട്ടറാണ്. ഞാനിതിനെ ചൂടാക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ വോളിയം കൂടും, അത് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ വാട്ടർ അങ്ങനല്ല. 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ വോളിയത്തെ കുറയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? വാട്ടർ ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ചൂടാക്കി, അങ്ങനെയെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യും? അത് കംപ്രസ് ആവും, അത് ചുരുങ്ങി കൊടുക്കും, അത് കോൺട്രാക്ട് ചെയ്യും. എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ? 4 ഡിഗ്രി സെൽഷ്യസ് വരെ. നമുക്കറിയാം മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. ചൂടാക്കുമ്പോഴും തണുപ്പിക്കുമ്പോഴും ഒരിക്കലും മാസിന് മാറ്റം ഉണ്ടാകുകയില്ല. സോ വോളിയം കുറയുമ്പോൾ ആര് കൂടും? ഡെൻസിറ്റി കൂടും. സോ ചൂടാക്കുമ്പോൾ വോളിയം കുറയും, ഇവിടെ ഡെൻസിറ്റിയുടെ വാല്യൂ കൂടും. സോ ഞാൻ ചൂടാക്കാൻ പോവുകയാണ്. ചൂടാക്കി 4 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ വോളിയം കുറഞ്ഞു, അതിൻ്റെ ഡെൻസിറ്റി കൂടി. ഇനി ഞാൻ ചൂടായി കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ വാല്യൂ കൂടി വരും. സോ വോളിയം പിന്നീട് കൂടുകയും ഡെൻസിറ്റിയുടെ വാല്യൂ കുറയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഡെൻസിറ്റി എവിടം വരെയാണ് കൂടിയത്? 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൂടിയത്. അങ്ങനെയെങ്കിൽ വാട്ടറിന് കാണിക്കുന്ന മാക്സിമം ഡെൻസിറ്റി ഏത് ടെമ്പറേച്ചറിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതിൻ്റെ ആണെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫിൻ്റെ എക്സ് ആക്സിൽ നമുക്ക് ടെമ്പറേച്ചറും അതുപോലെ വൈ ആക്സിലാണെങ്കിൽ നമുക്ക് വോളിയവും മാർക്ക് ചെയ്യാം. സോ ഇപ്പോൾ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുകയാണ്. ശരിയല്ലേ? ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 0 ആണ്. ഇതാണ് അതിൻ്റെ വോളിയം. സോ ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കുറയും. ശരിയല്ലേ? എവിടെ വരെ വോളിയം കുറയും? 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം കുറയും. സോ ഈ ടെമ്പറേച്ചറാണ് 4 ഡിഗ്രി സെൽഷ്യസ്.
സോ ഈ ടെമ്പറേച്ചർ വരെ വോളിയം കുറയും, അതുപോലെ ഡെൻസിറ്റിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ടെമ്പറേച്ചറിലാണ് ഡെൻസിറ്റി മാക്സിമം ആകുന്നത്. ഇനി ഞാൻ ചൂടായി കഴിഞ്ഞാലോ, ഇനിയും ചൂടായി കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ വാല്യൂ കൂടാൻ തുടങ്ങും, അതുപോലെ ഡെൻസിറ്റിൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? സോ എങ്ങനെയാണ് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്? ഇനി ചോദിക്കുകയാണ് ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫാണ് വേണ്ടുന്നത്. സോ എനിക്ക് ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫാണ് വേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാഫ് വരയ്ക്കും. സോ 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലിരിക്കുന്ന വാട്ടറാണ്. ഞാനിതിനെ ചൂടാക്കാൻ പോവുകയാണ്. ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടും. ശരിയല്ലേ? എവിടം വരെ കൂടും? 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഡെൻസിറ്റി കൂടും. സോ ഇതാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ മാക്സിമം ഡെൻസിറ്റി കാണിക്കും. പിന്നീട് ചൂടാക്കിയാൽ പതുക്കെ ഡെൻസിറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. സോ ഇങ്ങനെ ഒരു കർവ്ഡ് ലൈൻ കിട്ടും. ഇതാണ് ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ്. ഇതാണ് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വോളിയം ടെമ്പറേച്ചർ ഗ്രാഫാണ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് ടെമ്പറേച്ചർ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു റോഡുണ്ട്, ഒരു വടിയുണ്ട്, സ്റ്റീലിൻ്റെ വടിയാണ്. ഇതിൻ്റെ ലെങ്ത് ആണ്, ഒറിജിനൽ ലെങ്ത് ആണ് L. ഇതിൻ്റെ ടെമ്പറേച്ചറാണ് T. ഇപ്പോൾ ഞാൻ ചൂടാക്കാൻ പോവുകയാണ്. സോ അതിൻ്റെ ടെമ്പറേച്ചർ കൂടി, ശരിയല്ലേ? ഇതിലേക്കൊരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇതെന്ത് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. സോ ലെങ്ത് എന്ന ഡയമെൻഷൻ ചേഞ്ച് ആയി. അതായത് ടെമ്പറേച്ചറിൻ്റെ ഫലമായിട്ട് ഇതിനകത്ത് ഒരു സ്ട്രെയിൻ ഉണ്ടായി. നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. സോ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ഈ സ്ട്രെയിനെ വിളിക്കുന്ന പേരാണ് തെർമൽ സ്ട്രെയിൻ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ തെർമൽ സ്ട്രെയിന് കാരണം ആരാണ്? ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. സോ നമുക്ക് പറയാം തെർമൽ സ്ട്രെയിൻ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഞാൻ കൂടുതൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് തെർമൽ സ്ട്രെയിൻ്റെ വാല്യൂം കൂടും. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റോട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ കോൺസ്റ്റൻ്റ് ആണ് കോ എഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. സോ ഇതാണ് കോ എഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. ഇത് ലീനിയർ എക്സ്പാൻഷൻ ആയതുകൊണ്ട് നമ്മൾ പറയും കോ എഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇനി ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കോ എഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സോ കോ എഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എഴുതുക. നമ്മൾ പറയും ആൽഫ എൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇവിടെ കൊണ്ടുവരാം, ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇതിവിടെ വരും ഡെൽറ്റ ടി ആയിട്ട് മാറും, ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആയിട്ട് മാറും. സോ ഇതാണ് കോ എഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ്റെ എക്സ്പ്രഷൻ. കാര്യം മനസ്സിലായോ? ഇനി ഇതിൻ്റെ ബി പാർട്ടാണ് ഷോ ദാറ്റ് കോ എഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ട്രൈസ് ഇറ്റ്സ് കോ എഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കോ എഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ലൈനാണ്, അതിൻ്റെ ലെങ്ത് ഡെൽറ്റ എല്ലിനോട് കൂടി. സോ എൽ ആണെങ്കിൽ ഡെൽറ്റ എൽ കൂടി, അതിന് കാരണം ഡെൽറ്റ ടി ടെമ്പറേച്ചർ ആണെങ്കിൽ ആൽഫ എൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ശരിയല്ലേ? ഇനിയാണെങ്കിൽ കരുതുക എൻ്റെ കയ്യിലൊരു ക്യൂബ് ഉണ്ട്. സോ ഇതാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഈ ക്യൂബിൻ്റെ ആണെങ്കിൽ ലെങ്ത് ആണ് അല്ലെങ്കിൽ ഒരു സൈഡാണ് എൽ എന്ന് പറയുന്നത്. ഇനിയാണെങ്കിൽ ഞാൻ അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ പോവുകയാണ്, അതിലേക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ക്യൂബ് എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ചെയ്യും. സോ ക്യൂബ് ആണെങ്കിൽ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ ക്യൂബിൻ്റെ ആണെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. എൽ ആയിരുന്നു, ഇപ്പോൾ അത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് മാറി. അതായത് അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെ നമ്മൾ പറയാം വോളിയോമെട്രിക് എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയോമെട്രിക് എക്സ്പാൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എല്ലിന് പകരം പറയണം ഡെൽറ്റ വി ഡിവൈഡ് ബൈ എല്ലിന് പകരം പറയണം ഒറിജിനൽ വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഷോ ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, ഈ ആൽഫ വി എന്ന് പറയുന്നത് ഈസ് ട്രൈസ് ഇറ്റ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇതിൻ്റെ ലീനിയർ എക്സ്പാൻഷനായ ആൽഫ എല്ലിൻ്റെ ട്രൈസ് ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചേഞ്ച് ഇൻ വോളിയം എത്ര അറിയണം. സോ ചേഞ്ച് ഇൻ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയമാണ് ചേഞ്ച് ഇൻ വോളിയം. സോ നമുക്ക് പറയാം കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം.
സോ ഫൈനൽ വോളിയം എത്രയാണ്? നമുക്കറിയാം ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ അതിൻ്റെ സൈഡിൻ്റെ ക്യൂബ് എടുത്താൽ മതി. സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിനെ എക്സ്പാൻഡ് ചെയ്യാം. എൽ ക്യൂബ് പ്ലസ് 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3 എൽ ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ്. ഇവിടെയാണെങ്കിൽ ഡെൽറ്റ എൽ ക്യൂബ് വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്കിനെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ ഡെൽറ്റ എൽ സ്ക്വയറും വളരെ ചെറുതാണ്, അതുകൊണ്ട് ആ ടൈമിനെയും അവോയ്ഡ് ചെയ്യാം. ബാക്കി ആരുണ്ട്? എൽ ക്യൂബ് പ്ലസ് 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ. ഇതാണ് ഫൈനൽ വോളിയം. ഇനി ഇനിഷ്യൽ വോളിയമാണ് എൽ ക്യൂബ്. സോ നമുക്ക് ഈ ഫൈനൽ വോളിയത്തിൽ നിന്നും ഇനിഷ്യൽ വോളിയം സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ചേഞ്ച് ഇൻ വോളിയം. സോ ചേഞ്ച് ഇൻ വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ വോളിയം എത്രയാണ്? എൽ ക്യൂബ് പ്ലസ് 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ മൈനസ് ഇനിഷ്യൽ വോളിയം എത്രയാണ്? എൽ ക്യൂബ്. സോ എൽ ക്യൂബും ക്യാൻസലായി, നമുക്ക് കിട്ടും 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ. സോ ഇതാണ് ചേഞ്ച് ഇൻ വോളിയം. സോ ചേഞ്ച് ഇൻ വോളിയത്തിന് പകരം പറയാം 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ഇനി ഒറിജിനൽ വോളിയം എത്രയാണ്? വി ആണ്, അതായത് എൽ ക്യൂബ് ആണ്, ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇവിടുത്തെ ആണെങ്കിൽ ഈ എൽ ക്യൂബും ഈ എൽ സ്ക്വയറും ക്യാൻസൽ ആകും. സോ എൽ കിട്ടും. സോ നമുക്ക് ആൻസർ കിട്ടും 3 ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇത്രയും എന്താണ്? അത് ആൽഫ എൽ ആണ്. സോ പറയാം ആൽഫ വി വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ. സോ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് പോകാം. ദ ആബ്സല്യൂട്ട് സീറോ ഈസ്, നമുക്കറിയാം മോളിക്യൂൾസ്, ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് എല്ലാം അതിൻ്റെ ലാറ്റർ സൈറ്റിൽ നിന്നും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരിയല്ലേ? അതിങ്ങനെ വൈബ്രേഷന് വിധേയമായിക്കൊണ്ടേയിരിക്കും. ഇനിയാണെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷൻ എല്ലാം നിൽക്കണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആകണം. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് സീറോ. സോ ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ വൈബ്രേഷൻ ഒന്നും തന്നെ കാണത്തില്ല. അതുപോലെ തെർമൽ എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അത് ഏത് ഡിഗ്രി സെൽഷ്യസിലാണ്? അത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ക്വസ്റ്റ്യനിൽ ഈ മൈനസ് എന്നിട്ടില്ല, ആക്ച്വലി ഒരു മൈനസ് ഉണ്ട്. ഇതാണ് ആൻസർ. അല്ലെങ്കിൽ 0 കെൽവിൻ ആണ്. സോ 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ്, അതുമല്ലെങ്കിൽ നമുക്ക് പറയാം -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിൻ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വെൻ 0.15 കിലോഗ്രാം ഓഫ് ഐസ്. നമ്മുടെ കയ്യിൽ 0.15 കിലോഗ്രാം ഓഫ് ഐസ് ഉണ്ട്. സോ ഇതാണ് 0.15 കിലോഗ്രാം ഓഫ് ഐസ്. ഇതിൻ്റെ മാസ് ആണ് മാസ് ഓഫ് ഐസ് വിച്ച് ഈസ് ഈക്വൽ ടു 0.15 കിലോഗ്രാം. ഇതിൻ്റെ ടെമ്പറേച്ചർ ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഈ ഐസിനെ ആണെങ്കിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ് 0.3 കിലോഗ്രാം വാട്ടറുമായിട്ട്. സോ ഈ ഐസിനെ ഞാൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് വാട്ടറാണ്. വാട്ടറിൻ്റെ മാസാണ് 0.3 കിലോഗ്രാം. ഇനി വാട്ടറിൻ്റെ ടെമ്പറേച്ചറാണ് 50 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? അതിൻ്റെ റിസൾട്ടൻ ടെമ്പറേച്ചർ 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. ഐസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ്റെ വാല്യൂ എത്രയാണ്? ഗിവൺ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. എത്രയാണ്? 4186 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. നമുക്കറിയാം ഇങ്ങനെ വെള്ളത്തിലാണെങ്കിൽ ഐസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഐസ് ഉരുവും. ശരിയല്ലേ? ഐസ് ഉരുകിയാണെങ്കിൽ എന്ത് ചെയ്യും? വാട്ടറിലേക്ക് ലയിച്ച് തീരും. അപ്പോൾ അതിനൊരു ടെമ്പറേച്ചർ ഉണ്ടാവും. അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചറാണ് 6.7 ഡിഗ്രി സെൽഷ്യസ്. സോ ഇവിടെയാണെങ്കിൽ വാട്ടറിന് എന്ത് ചെയ്ത്? ടെമ്പറേച്ചർ നഷ്ടമുണ്ടായി, അതായത് വാട്ടറിൻ്റെ ഹീറ്റ് എനർജി നഷ്ടമുണ്ടായി. പക്ഷേ ഐസിന് എന്ത് ചെയ്ത്? അതിന് ഹീറ്റ് എനർജി കിട്ടുകയും ചെയ്തു. 0യിൽ നിന്ന് എന്തായിട്ട് മാറിയത്? നേരത്തെ 0 ആയിരുന്നു, ഇതിപ്പോൾ അത് 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. സോ നമുക്ക് പറയാം ഐസിനുണ്ടായ ഹീറ്റ് ലാഭം എന്ന് പറയുന്നത്, അതായത് ദ ഹീറ്റ് ഗെയിൻ ബൈ ഐസ് എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ബൈ വാട്ടറിന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് പറയാം ഹീറ്റ് ലോസ് ബൈ
വാട്ടർ. വാട്ടറിനുണ്ടായ ഹീറ്റ് നഷ്ടം, ഊർജ്ജ നഷ്ടം ആർക്ക് കിട്ടിയത്? അത് ഐസിന് കിട്ടി. സോ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു പോയി, അതിൻ്റെ ഹീറ്റ് എനർജി കുറഞ്ഞു പോയി. ഈ ഹീറ്റ് എനർജി ആർക്കാണ് കിട്ടിയത്? ഐസിനാണ് കിട്ടിയത്. സോ ഹീറ്റ് ഗെയിൻ ബൈ ഐസ്. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നതെന്ന്. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ഹീറ്റ് ലോസ് ബൈ വാട്ടർ. വെള്ളത്തിന് എന്തുമാത്രം ഹീറ്റാണ് നഷ്ടപ്പെട്ടത്? നോക്കുക, ഇവിടെ വെള്ളത്തിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തോ? ഇല്ല, വെള്ളം ഇപ്പോഴും വെള്ളമായിട്ട് തന്നെ തുടരുന്നു. അതുകൊണ്ട് ഹീറ്റ് ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്താണ് സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ? ആണ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി. സോ എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്? 0.3. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് കപ്പാസിറ്റി എത്രയാണ്? തന്നിട്ടുണ്ട്. ഇൻറ്റു 4186 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നേരത്തെ ടെമ്പറേച്ചർ ആയിരുന്നു 50 ഡിഗ്രി സെൽഷ്യസ് മൈനസ് ഇപ്പോൾ എത്രയായിട്ട് മാറിയത്? 6.7 ആയിട്ട് മാറി. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 54376.14 ജൂൾ എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് ഹീറ്റ് ലോസ് ബൈ വാട്ടർ, വാട്ടറിനുണ്ടായ ഹീറ്റ് നഷ്ടം. ഇനി ഈ ഹീറ്റ് നഷ്ടം ആർക്കാണ് കിട്ടിയത്? നമ്മളുടെ ഐസിനാണ് കിട്ടിയത്. സോ നമുക്ക് കണ്ടുപിടിക്കാം ഹീറ്റ് ഗെയിൻ ബൈ ഐസ്, ഐസിനുണ്ടായ ഹീറ്റ് ലാഭം. സോ ഐസിൻ്റെ സ്റ്റേറ്റ് മാറിയോ? മാറി. സ്റ്റേറ്റ് ഉറപ്പായിട്ടും വാട്ടറായിട്ട് ചേഞ്ച് ചെയ്തു. കാര്യം എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി ഐസ്? 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. ഒരിക്കലും 6.7 ഡിഗ്രി സെൽഷ്യസിൽ ഐസിന് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് കിട്ടത്തില്ല. എന്തായിട്ട് മാറും? അത് ലിക്വിഡായിട്ട് ഉറപ്പായിട്ട് മാറും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ആദ്യമേ ഐസ് ഉരുകണം. സോ ഐസ് ഉരുകണമെങ്കിൽ ഉറപ്പായിട്ടും ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വേണം. സോ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, അപ്പോൾ ഐസ് ഉരുകി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമായിട്ട് മാറി. ഇനി എന്ത് ചെയ്യണം? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇത്രയുമായിട്ട് മാറണം. സോ പ്ലസ് സെൻസിബിൾ ഹീറ്റ്. സോ ഇവിടെയാണെങ്കിൽ രണ്ട് തരം ഹീറ്റ് ഉണ്ട്. ഉരുകുവാൻ ആവശ്യമായ ഹീറ്റ് ഉണ്ട്, പിന്നെ ഉരുകിയ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യമേ എന്ത് ചെയ്യണം? ഐസ് ഉരുകണം. ഉരുകാനായിട്ട് വേണ്ടുന്ന ടെമ്പറേച്ചറാണ് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. പ്ലസ് ഇനി എന്ത് ചെയ്യണം? ആ ഉരുകിയ ഐസിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിനെ കൂട്ടണം. ശ്രദ്ധിക്കണം, ഒരിക്കലും ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടത്തില്ല. അതിന് സെൻസിബിൾ ഹീറ്റ് തന്നെ വേണം. സോ നമുക്ക് കണ്ടുപിടിക്കാം ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ്റെ ഇക്വേഷൻ എന്താണ്? എം ഇൻറ്റു എൽ എഫ് പ്ലസ് അടുത്തെന്താണ്? സെൻസിബിൾ ഹീറ്റ് ഇക്വേഷൻ എത്രയാണ്? എം സി ഡെൽറ്റ ടി. സോ ഹീറ്റ് ഗെയിൻ നമുക്കറിയാം എത്ര തന്നെയാണ്? 54376.14 ആയിരുന്നു ഹീറ്റ് നേടിയെടുത്തത്, വിച്ച് ഈസ് ഈക്വൽ ടു എം മാസ് ഓഫ് ഐസ് എത്രയാണ്? 0.15 ഇൻറ്റു ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതുപോലെ എഴുതി. പ്ലസ് മാസ് ഓഫ് ഐസ് എത്രയാണ്? ഐസിൻ്റെ മാസ് ആണ് 0.15. നോക്ക്, ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഐസ് എന്തായിട്ട് മാറിക്കഴിഞ്ഞു? വെള്ളമായിട്ട് മാറിക്കഴിഞ്ഞു. നോക്ക്, ഈ ഹീറ്റ് മൂലം ഐസ് വെള്ളമായിട്ട് മാറി. ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാക്കി മാറ്റാനാണ്? നമുക്ക് 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറ്റണം. അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്രയും മാസമുള്ള വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ മാസാണിത്. ഇനിയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എത്രയാണ്? അത് 4186 ആണ്. ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? ഫൈനൽ ടെമ്പറേച്ചർ 6.7 മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ 0. സോ ഈ ഇക്വേഷനിൽ ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. ആ വേരിയബിളിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 3.34 ഇൻറ്റു 10⁵5. ഇനി ഇതിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ കിലോഗ്രാം. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തരം ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.